എല്ലാ കാര്യങ്ങൾക്കും ഈ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുമല്ലോ. സംഭവം ഈ വർക്കറ്റവും ഒരു സുഖമുള്ള പരിപാടിയാണെങ്കിലും ചില സമയത്തെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മടി വരാനുണ്ട്. അങ്ങനെ മടി പിടിച്ച് അങ്ങേ അറ്റെത്തുമ്പോഴാണ് മരുഭൂമിയിൽ മഴ വീണ മാതിരി അമ്മൂന്റെ വരവ്. അമ്മ വന്നാൽ പിന്നെ എല്ലാത്തിനും ഒരു പ്രത്യേക ഉന്മേഷം. അടുക്കള വല്ലപ്പോഴും കാണുന്ന ഞാൻ അടുക്കളയിൽ കയറുന്നു, നല്ല നല്ല ഫുഡ് ഐറ്റംസ് കിട്ടും. അമ്മ പിന്നെ കുക്കിങ്ങിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. എനിക്ക് പിന്നെ കുക്കിംഗ് ആ ഏരിയ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. ഞാൻ കുക്ക് ചെയ്യൂല എന്നല്ല കേട്ടോ, ഞാൻ സക്സസ്ഫുള്ളി ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മടി പിടിച്ചിരുന്നാലും വർക്കൊക്കെ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഒരു സൈഡിലൂടെ അങ്ങോട്ട് തകൃതിയായി നടക്കുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൃപയുടെ വർക്കാണ് കേട്ടോ. ഒരു 6-7 പേരുടെ വർക്ക് ആ കുട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കളറിൽ തന്നെ അവർക്ക് പല മോഡൽസും വേണമായിരുന്നു. അടിപൊളി മോഡൽസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവര് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊറിയർ അയക്കുന്ന മുന്നേ നമ്മൾ പതിവ് പോലെ തന്നെ എല്ലാ ഡ്രസ്സിന്റെയും വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തു. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഡ്രസ് കോഡ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാഷ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ഡ്രസ്സും ഓരോ കവറിലാക്കി അവരവരെ പേരെഴുതിയിട്ടാണ് നമ്മൾ കൊടുത്തത്. ഈ കൃപയാണ് കേട്ടോ ബ്രൈഡ്. അവളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഡ്രസ്സസ് ഒക്കെ.